ഹായ് നമസ്കാരം. സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്കിന്റെ 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് ദ സ്കെയിൽ ക്ലോസിംഗ് എന്നാണ്. ദ സ്കെയിൽ ക്ലോസിംഗ്. എന്താണ് സ്കെയിൽ ക്ലോസിംഗ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ കസ്റ്റമറുടെ മുന്നിൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്നു, ഒബ്ജക്ഷൻസ് എല്ലാം ദൂരീകരിച്ചതിന് ശേഷം നമ്മളത് എങ്ങനെയാണ് ഇത് ക്ലോസിംഗിലേക്ക് മൂവ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെക്നിക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ടെക്നിക്കാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. എന്താണ് സ്കെയിലിംഗ്? കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ആവശ്യപ്പെടുകയാണ്, ഔട്ട് ഓഫ് 10 എന്റെ ഈ പ്രോഡക്റ്റിന് സാർ എത്ര മാർക്കാണ് ഇടുക? കോൺഫിഡൻസ് ഉള്ള ഒരു സെയിൽസ്മാനാണ് ഈ ചോദ്യം ചോദിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരു സെയിൽസ്മാനാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധിക്കുക. അപ്പൊ കോൺഫിഡൻസ് ഉള്ള ഒരു സെയിൽസ്മാൻ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് തറോ നോളജ് വേണം, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയണം. ഒരു പരിധിവരെ കമ്പാരിസൺ പ്രൊഡക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് അറിയണം. എങ്കിൽ കസ്റ്റമർ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ആവശ്യപ്പെടുകയാണ്, സാർ എന്റെ ഈ പ്രോഡക്റ്റിന് നിങ്ങൾക്കൊന്ന് സ്കെയിൽ ചെയ്യാവോ? അതായത് ഔട്ട് ഓഫ് 10 എത്ര മാർക്കാണ് ഇടുക? അപ്പോ ഇവിടെ ഒരു പ്രഷർ ഓഫ് സൈലൻസ് യൂസ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് മറ്റു വർത്തമാനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ്. ഇതൊരു പ്രഷർ ഓഫ് സൈലൻസ് ആണ്. ഈ സൈലൻസ് ഉണ്ടാകുമ്പോഴാണ് കസ്റ്റമർ ചിന്തിക്കുകയും അയാൾ അതിനൊരു മാർക്ക് ഇടുകയും ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് ആ കസ്റ്റമർ 7 മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പൊ എങ്കിൽ 10ൽ 3 മാർക്ക് അവിടെ കുറവാണ്. അടുത്ത ചോദ്യം നമ്മുടെ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ളത്, സാർ എന്തുകൊണ്ടാണ് 7 മാർക്ക് നൽകിയത്? എന്റെ 3 മാർക്ക് എന്തുകൊണ്ടാണ് സാർ കുറച്ചത്? എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ? അപ്പൊ അദ്ദേഹം പറയും, നിങ്ങളുടെ ഒരുപക്ഷെ വില കൂടുതലാണ്, ബ്രാൻഡ് പരിചിതമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഈ ഫീച്ചർ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ടാവും. അപ്പൊ ഈ പറയുന്ന സമയത്ത് അതിനെ കൂടെ കൺവിൻസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. ആ 3 കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ 10 ഔട്ട് ഓഫ് 10 മാർക്ക് ആയി കഴിഞ്ഞു. ഇനി കസ്റ്റമർക്ക് നിങ്ങളുടെ അടുത്ത് വാങ്ങാതിരിക്കാനായിട്ട് സാധിക്കില്ല. ഉടനടി നമ്മൾ ചോദിക്കുകയാണ്, സർ ഇനി മറ്റു ഒബ്ജക്ഷനുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഈ ഓർഡർ ഫോർവേഡ് ചെയ്യല്ലേ? അപ്പോൾ സ്കെയിലിംഗ് ചോദിച്ചതിന് ശേഷം മാർക്ക് ഇടുകയും കൃത്യമായി അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിന് ശേഷം ഓൺ ദ സ്പോട്ടിൽ ഓർഡർ ഫോം മുന്നിൽ വെക്കുന്നു, പേരും അഡ്രസ്സും എഴുതി നമ്മൾ ആ ഓർഡർ ക്ലോസ് ചെയ്യുന്ന ഒരു രീതിയാണ് സ്കെയിൽ ക്ലോസിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും വലിയ റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ അടുത്ത ഒരു സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്കുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരിക്കും ഒരു ചെറിയ ഇടവേള. പ്രതികരിക്കുവാനല്ല, വീണ്ടും നന്മ ചെയ്യുക. താങ്ക് യു. സീ യു അഗൈൻ.